ഹായ് ഹലോ നമസ്കാരം. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചാരുക്കുട്ടിക്ക് അംഗനവാടിയിൽ പതാക ഉയർത്തുന്ന ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ പുറത്തെത്തിയതിന് ശേഷം ഒരു 2, 3 ഫ്ലാഗൊക്കെ വാങ്ങിച്ചു. എന്നത്തെയും പോലെ ചാരു ഞാൻ അംഗനവാടിയിലാക്കി തിരിച്ചു വരുമോ എന്നുള്ള സങ്കടം അവൾക്കുണ്ട് കേട്ടോ ഇടയ്ക്ക്. പിന്നെ നമ്മൾ തിരിച്ച് അപ്പേൻ്റെ കൂടെ തന്നെ വരാമെന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ആൾ ഹാപ്പിയാണ്. അങ്ങനെ നമ്മളിവിടെ അംഗനവാടിയിൽ എത്തിയപ്പം അവർ ഫ്ലാഗൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. പിന്നെ ഇത് ആദ്യത്തെ ടീച്ചറും പിന്നെ ഇവിടെ ഇപ്പം ചാരിൻ്റെ ടീച്ചറും എല്ലാവരും ഉണ്ട് കേട്ടോ. കുറച്ച് പേരുണ്ട്, 10, 15 ആൾക്കാരുണ്ടായിരുന്നു. ഇത് ചാരിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നൈസ. അവളുടെ ഉമ്മയും പിന്നെ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാരു എൻ്റെ അടുത്ത് നിന്ന് മാറി ഇരുന്നിട്ടേ ഇല്ല കേട്ടോ. ഇവിടുത്തെ കൗൺസിലറായിരുന്നു പതാക ഉയർത്തിയത് കേട്ടോ. അതിനുശേഷം മക്കളുടെ പ്രതിജ്ഞയും അതുപോലെ തന്നെ പ്രാർത്ഥനയും ദേശീയ ഗാനം ചൊല്ലലും ഒക്കെ ഉണ്ടായിരുന്നു. ഫ്ലാഗ് ഉയർത്തി കഴിഞ്ഞ ശേഷം എല്ലാവരും സല്യൂട്ടൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പായസം കുടിക്കാൻ പോയി. പിന്നെ ഇതാ ചാരുവിന് ഈ ഒരു പായസം നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവൾ ഇതാ അവിടെ സേമിയ പായസമായിരുന്നു അംഗനവാടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ എല്ലാവരും വന്ന് തിരിച്ച് വന്നിരുന്നു. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിരുന്നു. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു മക്കളുടെ എല്ലാവരും. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ടൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും മഴ വലിയ തോതിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ അംഗനവാടിയിൽ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം വൈകുന്നേരമായപ്പം ചാരു ഉറങ്ങി എണീറ്റപ്പോൾ അവൾക്ക് വീണ്ടും ഒരു പൂതി, വീണ്ടും ഈ പായസം കുടിക്കാൻ വേണ്ടി. ഭാഗ്യത്തിന് ഇവിടെ പായസത്തിനുള്ള സേമിയയും അതുപോലെ തന്നെ പാലും നെയ്യൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും ആൾക്ക് ഇന്ന് പായസം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.